ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഓടിപ്പോയൊരു പൈനാപ്പിൾ കൊണ്ട് മധുരപ്പച്ചടി ആയാലോ? അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള പൈനാപ്പിൾ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പൈനാപ്പിളിന് അത്യാവശ്യം വേവുള്ളതാണ്, അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഇനി പൈനാപ്പിൾ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കണം. അതിലേക്ക് വെന്തെന്ന പൈനാപ്പിളിലേക്ക് ഞാനിവിടെ ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണം ശർക്കര ചേർത്ത് കൊടുക്കാൻ. മധുരം കൂടുതൽ വേണം എന്നുള്ളവർ ശർക്കര കൂടുതൽ ചേർക്കാം. ഇനി അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങയും ഒരു ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കുന്നുണ്ട്. ഏതൊരു ടൈപ്പ് പച്ചടിയാണെങ്കിലും ഈ ഒരു ടൈപ്പ് അരപ്പാണ് ചേർക്കുന്നത്. വെള്ളരിക്ക പച്ചടിയാണെങ്കിലും മാങ്ങ പച്ചടിയാണെങ്കിലും പൈനാപ്പിൾ പച്ചടിയാണെങ്കിലും ഈ ഒരു ടൈപ്പ് അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ അരപ്പ് നമുക്ക് വന്ന പൈനാപ്പിളിലേക്ക് ചേർത്തെടുക്കാം. പൈനാപ്പിളിലെ വെള്ളം ഏകദേശം വറ്റി കഴിഞ്ഞതിന് ശേഷം വേണം ഇത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു തിക്ക് കൺസിസ്റ്റൻസിലാണ് പൈനാപ്പിൾ പച്ചടി ഇരിക്കേണ്ടത്. ഇനി ഇത് തിളച്ച് വന്നതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള വറവ് തയ്യാറാക്കാം. വറവിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പാൻ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എന്നും ഞാൻ പറയുന്നത് പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ പെട്ടെന്ന് എടുത്തിട്ടുള്ള ഒരു പ്ലാൻ ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ഫാസ്റ്റായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം. സദ്യയിൽ വിളമ്പുന്ന ഒരു തരം കൂട്ടാനാണ് ഈ മധുരപ്പച്ചടി. നിങ്ങൾക്ക് വെള്ളരിക്ക പച്ചടിയാണോ മധുരപ്പച്ചടിയാണോ ഇഷ്ടമെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പിലയും വറ്റമുളകും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം. കടുക് കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഈ വറവ് ചൂടോടുകൂടി തന്നെ പൈനാപ്പിൾ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കണം. പച്ചടിയുടെ ചൂട് കുറച്ച് തണുത്തതിന് ശേഷം അതിലേക്ക് കട്ടത്തൈര് ചേർത്ത് കൊടുക്കണം. ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. 2 ടേബിൾ സ്പൂൺ കട്ടത്തൈര് നന്നായിട്ട് ഉടച്ചിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങളൊന്ന് ചേർത്ത് കൊടുക്കണേ. പൈനാപ്പിളോ മാങ്ങയോ വീട്ടിലുണ്ടെങ്കിൽ ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞു കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും